ഡോക്ടർ സുൽഫി നൂഹൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മീഡിയ വണിനൊപ്പം. ഡോക്ടർ, എത്ര കണ്ട് ജാഗ്രത വേണ്ട സമയമാണ്? ഇപ്പോൾ ഈ നിപ്പ വൈറസ് ഒരു സീസണൽ അസുഖമായി മാറുന്നുണ്ടോ ഇതിപ്പോൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്? നിപ്പ ഡെഫിനറ്റ്ലി ഇവിടെ വീണ്ടും വരുവാനുള്ള ഒരു സാധ്യതകളും മറ്റു സാഹചര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിപ്പ വീണ്ടും വന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അത് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം നിപ്പ വ്യാപകമായി പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമല്ല എന്നുള്ള പോസിറ്റീവ് വശം നമ്മൾ ആദ്യം കാണുക. കാരണം നമുക്കറിയാം ലോകത്തെല്ലായിടത്തും നിപ്പ വന്നിട്ടുള്ളത് ചില പ്രത്യേക മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലും മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വ്യാപകമായ വ്യാപനം ഉണ്ടാവുകയും ധാരാളം പേരെ കൊന്നെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇപ്പൊ ലോകത്ത് ഒരിടത്തും പോയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, പക്ഷെ ഇതിനകത്തൊരു ഫെറ്റാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഒരു മൊർട്ടാലിറ്റി റേറ്റ് വളരെയധികം കൂടുതലാണ്. വരുന്ന ആൾക്കാരിൽ മരിച്ചു പോകാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ ഇത് വരുവാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ നമുക്കിതിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. അതിന്റെ സോഴ്സ് നമ്മൾ ട്രേസ് ചെയ്യുകയും കോണ്ടാക്ട് ഉള്ള ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യുകയും അവർക്ക് കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കുകയും ചെയ്യുക എന്നുള്ള വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു കാര്യം, നമുക്ക് എസ്പെഷ്യലി നിപ്പയില് നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം നമുക്കുണ്ട് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. മുൻകാലങ്ങളിലൊക്കെ തന്നെ നിപ്പ വന്നപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പോസിറ്റീവ് വശമുണ്ട്. അപ്പോൾ അവർ വെൽ ട്രെയിൻഡ് ആണ്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് മേഖലകളിൽ തന്നെ മുമ്പ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോഴുണ്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, നമുക്ക് കോവിഡ് പോലെയോ അല്ലെങ്കിൽ മറ്റ് വൈറൽ ഫീവർ പോലെയോ നിപ്പ രോഗം കേരളമാകെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തുകയും ആ കാര്യത്തിൽ കൃത്യമായ ഒരു ഫോളോ അപ്പ് ചെയ്യുകയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്.